നമസ്കാരം. ഓരോ പ്രദേശങ്ങളെയും അടയാളപ്പെടുത്തുന്ന ചില കാഴ്ചകളുണ്ട്. ആ പ്രദേശത്തിന് മാത്രം സ്വന്തമായത്, അല്ലെങ്കിൽ ആ ഒരൊറ്റ ദൃശ്യത്തിലൂടെ ആ പ്രദേശത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരം കാഴ്ചകൾ. അത്തരത്തിൽ മുംബൈക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന ഒന്നാണ് കബൂത്തർ ഖാനുകൾ അഥവാ പ്രാവിന് ഭക്ഷണം നൽകുന്ന ഇടം. മുംബൈ നഗരത്തെ അടയാളപ്പെടുത്തുന്ന പ്രശസ്ത ഫോട്ടോകളിൽ തൊട്ട് സിനിമകളിൽ നഗരത്തെ അടയാളപ്പെടുത്തുന്ന ഒരൊറ്റ ഷോട്ടായി വരെ കബൂത്തർ ഖാനുകൾ മാറുന്നുവെന്നതാണ് സത്യം. ധാന്യമണികൾ വിതറുമ്പോൾ പറന്നുയരുന്ന പ്രാവിൻകൂട്ടങ്ങളും അതിനിടയിലൂടെ വരുന്ന നായകനും നായികയും ഒക്കെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഐക്കോണിക് കാഴ്ചകളാണ്. എന്നാൽ മുംബൈയുടെ മുഖമുദ്രയായ ആ കാഴ്ചകൾക്ക് എത്ര നാൾ കൂടി ആയുസ് ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെ മുൻനിർത്തി കബൂത്തർ ഖാനകൾ അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. മുൻപിൻ ചിന്തിക്കാതെയുള്ള കോർപ്പറേഷന്റെ ഉത്തരവ് എന്നാൽ ഇപ്പോൾ മുംബൈ രാഷ്ട്രീയത്തെ വരെ പിടിച്ചു കുലുക്കാൻ പാകത്തിലെത്തി നിൽക്കുന്നുണ്ട്. വിശ്വാസവും ആചാരവും കൂടി ഇത്തരം സ്ഥലങ്ങളോട് ചേരുമ്പോൾ അവ അടച്ചുപൂട്ടുക എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ വരെ കൃത്യമായി സ്വാധീനിക്കുമെന്നതിനാലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പോലും കോർപ്പറേഷന്റെ തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമായതോടെ പോരാട്ടം നിയമവഴിയിലേക്ക് വരെ എത്തിത്തുടങ്ങി. മനുഷ്യന്റെ ആരോഗ്യമാണ് പ്രധാനമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടുതൽ പഠനം ആവശ്യമാണെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. അതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആദ്യകാലങ്ങളിൽ പ്രാവുകൾക്ക് തീറ്റ നൽകിയിരുന്നത് വലിയ അലങ്കരിച്ച പക്ഷിക്കൂടുകൾ പോലെയുള്ള പരപാതികൾ എന്നറിയപ്പെടുന്ന നിർമ്മിതികളിലായിരുന്നു. ഇവയ്ക്ക് പലപ്പോഴും 7 മീറ്റർ ഉയരമുണ്ടാകുമായിരുന്നു. സാധാരണയായി കൊത്തുപണികളും പെയിന്റിങ്ങുകളും ഒക്കെയായി മരം കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത്. പൂച്ചകൾക്കും നായ്ക്കൾക്കും എത്തിപ്പെടാതിരിക്കാൻ പ്ലാറ്റ്ഫോമുകളിൽ ഉയർത്തിയ മേൽക്കൂരയുള്ള വീട് പോലുള്ള ഘടനയായിരുന്നു ഇവ. ഇവിടങ്ങളിൽ പതിവായി ധാന്യം നിറച്ചു വെച്ചാണ് പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നത്. വീടുകളോട് ചേർന്നുള്ള ഇത്തരം ചെറിയ സംവിധാനങ്ങൾ പിൽക്കാലത്ത് സ്ക്വയറുകൾ കേന്ദ്രീകരിച്ച് വിപുലമായി. ഇവയാണ് പിൽക്കാലത്ത് കബൂത്തർ ഖാനകൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശിക സമൂഹം സംഭാവന ചെയ്ത ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണവും പരിപാലനവും. ഭക്തരായ വ്യക്തികൾ പതിവായി ഇവിടങ്ങളിൽ പക്ഷികൾക്കായി ധാന്യവും വെള്ളവും നൽകുകയും ചെയ്യുന്നുണ്ട്. മുംബൈയിൽ ഇന്ന് 50-ലധികം കബൂത്തർ ഖാനകളുണ്ട്. ഒട്ടുമിക്കവയും പ്രധാനമായും നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവയാണ്. ചിലത് പ്രാന്തപ്രദേശങ്ങളിലാണ്. നഗരത്തിലെ കബൂത്തർ ഖാനകളിൽ പലതിനും 100 വർഷത്തോളം പഴക്കമുണ്ട്. ദാദർ, മറൈൻ ഡ്രൈവ്, അന്ധേരി, വെർലി, ഗർഗാവ്, ചൗപ്പട്ടി, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, CSMT റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുടെ തിരക്ക് പതിവ് കാഴ്ചകളിലൊന്നാണ്. ദാദർ കബൂത്തർ ഖാന ട്രസ്റ്റ് നടത്തുന്ന ദാദർ കബൂത്തർ ഖാനയാണ് ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രശസ്തമായ ഒന്ന്. 1933 ഇത് സ്ഥാപിതമായത്. പ്രതിദിനം 3 കോടിയിലധികം പ്രാവുകൾ ഭക്ഷണം തേടി ഇവിടെ വരുന്നുണ്ടെന്നാണ് കണക്ക്. വിവിധ മതസ്ഥലങ്ങൾക്ക് സമീപമാണ് ദാദർ കബൂത്തർ ഖാന സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ സ്ഥലം എന്ന പദവിയും ഈ സ്ഥലത്തിനുണ്ട്. കൂടാതെ 1944 ദാദറിലെ ജൈന ക്ഷേത്രത്തോട് ചേർന്ന് ട്രാഫിക് ഐലൻഡ് രൂപപ്പെട്ടതിന് പിന്നിലും ഇവിടുത്തെ കബൂത്തർ ഖാനയാണ്. ക്ഷേത്രത്തിന് സമീപം കൂട്ടം കൂടുന്നതും കാറുകൾ ഇടിച്ചു കയറി അപകടത്തിൽപ്പെടുന്നതുമായ പ്രാവുകളെ സംരക്ഷിക്കുന്നതിനായി ഒരു വലയം സ്ഥാപിക്കാൻ അനുമതി തേടി ജൈന ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരിൽ നിവേദനം നൽകി. ഇതിന് മറുപടിയായാണ് 1944 ബോംബെ മുനിസിപ്പാലിറ്റി ദാദറിലെ ജൈന ക്ഷേത്രത്തിന് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ഒരു ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാൻ അനുമതി നൽകിയത്. പ്രാവുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ കബൂത്തർ ഖാനകൾ അടച്ചുപൂട്ടണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കാനുള്ള മുംബൈ കോർപ്പറേഷന്റെ നടപടിയാണ് വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പ്രാവുകളുടെ കാഷ്ടം, തൂവലുകൾ, കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ എന്നിവ രോഗകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും വഹിക്കുന്നവയാണ്. പ്രധാനമായും ശ്വസന സംബന്ധമായ ഗുരുതര രോഗങ്ങൾക്കാണ് ഇത് കാരണമാകുന്നത്. പ്രാവുകളും മനുഷ്യരും ഇടകലർന്ന് തിങ്ങി താമസിക്കുന്ന മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും. പലരുടെയും മരണങ്ങൾക്ക് വരെ ഇവ കാരണമായിട്ടുണ്ട്. അന്ധേരിയിലെ ബന്ധുവിന്റെ മരണത്തിന് കാരണം പ്രാവിൻ കാഷ്ടമാണെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ BJP MLC ചിത്രവാക് വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ മലിനീകരണ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കബൂത്തർ ഖാനകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശമുണ്ടായത്. നടപടിയുടെ ആദ്യപടിയായി ദാദറിലെ കബൂത്തർ ഖാനയ്ക്ക് ചുറ്റുമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി. പ്രാവുകൾക്ക് ഭക്ഷണത്തിനായി എത്തിച്ച ധാന്യങ്ങൾ അടങ്ങിയ ചാക്കുകൾ പല കബൂത്തർ ഖാനകളിലും നീക്കം ചെയ്തു. പ്രദേശവാസികളും കബൂത്തർ ഖാനകളുടെ സമീപത്തുകൂടെ കടന്നു പോകുന്നവരും ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് നിർത്തിയാൽ മാത്രമേ അവ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ കഴിയുകയുള്ളൂ എന്നാണ് BMC ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും ആരംഭിച്ചിട്ടുണ്ട്. മുംബൈയുടെ ആകാശത്തിന് മേലെ പറന്നുവരുന്ന പ്രാവിൻകൂട്ടങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഇന്ന് രാഷ്ട്രീയ വിവാദമായി മാറുന്നുണ്ട്. മുംബൈ കോർപ്പറേഷന്റെ നിലപാടിനെതിരെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. കബൂത്തർ ഖാനകൾ പരിപാലിക്കുന്നവരിൽ പ്രധാനികൾ ജൈന മതസ്ഥരും ഗുജറാത്തികളുമാണ്. മതവിശ്വാസത്തിന്റെ ഭാഗമായി പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്ന ജൈനമത വിശ്വാസികളും ഗുജറാത്തികളും ഇതിനെതിരെ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത്. BJPയുടെ പ്രധാന വോട്ട് ബാങ്കുകളായ ജൈനമത വിശ്വാസികളെയും ഗുജറാത്തികളെയും പിണക്കാതെ ചേർത്ത് നിർത്തുന്ന തന്ത്രമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പയറ്റുന്നത്.